എന്താണ് പറയാനുള്ളത്? മോൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയുന്നത്. എനിക്ക് അതിന് മുൻപ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്ക് നല്ല ലോങ് ആണ് ഇവിടെ, ഒരു 45 മിനിറ്റ്സ് ബൈക്കിലാണ് റണ്ണിങ് ഉണ്ട്. പക്ഷെ എനിക്കതൊരു ബേഡൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഡെയിലി ഇവിടെ വന്നിട്ട് അധികം സാർ എന്നോട് ചോദിക്കും ഞാൻ പോയിട്ട് വരുന്നത് എന്ന് പറയുന്നത് റിസ്ക് ആണ്. എനിക്ക് റിസ്ക് ആണ്. ഞാൻ വീട്ടിലെത്തിയാലും ഒരു അരമണിക്കൂർ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. കൂട്ടാൻ വേണ്ടി നല്ലത് ഇവിടെ നിൽക്കുന്നതാണല്ലോ, ഞാൻ ഇവിടെ നിൽക്കാറാ. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ മോളോട് ചോദിക്കും. ഫസ്റ്റ് ചോദിച്ചു മോളെ എങ്ങനെയുണ്ട്, നമുക്ക് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല നിർത്താൻ പറഞ്ഞപ്പോ ഉമ്മി അടിപൊളിയാണ്. ഫസ്റ്റ് എന്നോട് ഇവള് പറഞ്ഞതെന്ന് വെച്ചാല് ഉമ്മി ഇത് ഓക്കെയാണ് എനിക്ക്, പക്ഷെ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം ഉമ്മി. ഞാൻ ചോദിച്ചു എന്താന്ന്. എനിക്ക് എന്റെ റെഗുലർ ക്ലാസ്സിലും കൂടെ ചേരണം, ഇത് കഴിഞ്ഞാൽ പോവണ്ട അവൾക്ക് എന്ന്. പോവണ്ടെന്ന് അവള് പറയുന്നത്. ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് 2 ദിവസം ഇപ്പൊ അവൾക്ക് മിസ്സായി. അപ്പൊ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇനി വരാൻ പറ്റുമോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ മുൻപേ മോള് കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം മോളൊരു ഡ്രോയിങ് ക്ലാസ്, ജസ്റ്റ് ഡ്രോയിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവളായിട്ട് നിർത്തിയത്, അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മോള് നന്നായിട്ട് വരയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് എടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. കാരണം മോൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. രാവിലെ ഉറങ്ങണം എന്നില്ല, മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാലോ ഉറങ്ങുന്ന ആള് എണീറ്റിട്ട് പോവണ്ടേന്ന് വെച്ചിട്ട് 2 മിനിറ്റ് അയാൾ എന്നോട് ചോദിക്കും. കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അവളെ ഇവിടെ കൊണ്ടുവരിക, ബേസ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം പറഞ്ഞു എനിക്ക് വേണ്ടിയിരുന്നു. പക്ഷെ പറഞ്ഞു മോളെ നടക്കൂല, കാരണം അവൾക്ക് സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്, സ്കൂൾ ഉണ്ടാവും, അപ്പൊ വരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ എന്നാ ഇനി അടുത്തതിന് ഇവിടെ ഏതൊക്കെയോ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞു. അവര് ഓണം വെക്കേഷന് വരുന്നുണ്ട്, ക്രിസ്മസ് വെക്കേഷന് വരുന്നുണ്ട്, അതിനൊക്കെ വരണം. പ്രത്യേകിച്ച് സാറും രോഷണ പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ രോഷമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ചെയ്ത എല്ലാ വർക്കും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടാലേ എടുത്തു വെച്ചെന്ന് പറഞ്ഞപ്പോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിലാരെയും വന്നെടുത്ത് കാണിച്ചു കൊടുക്കുക, ഇത് ഞാൻ ഇന്ന് ചെയ്തതാണ് അത് ചെയ്താണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നീ ചെയ്തോ, അല്ലാതെ ഇങ്ങനെ വരയ്ക്കുന്നത് എല്ലാവർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇവള് അതങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അവൾക്ക് ഒരു റെസിനാർട്ടും കൂടെ പഠിക്കണം, അത് ഇവിടെ കിട്ടുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, ഞാൻ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാൽ ഇന്നെ റെഗുലർ ക്ലാസ്സിലും കൂടെ ചേർത്തണം. ഞാൻ പറഞ്ഞു സ്കൂളുകാരോട് പറഞ്ഞിട്ട് ഓരോട് ചോദിച്ചിട്ട് ചേരേണ്ടി വരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു 3 വീക്സ് പോയത് അറിഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു.